ഇത് കണ്ടോ, ചക്കക്കുരുവാണ്, നമ്മളെ വേസ്റ്റായി കളയുന്ന ചക്കക്കുരുവാണ് ഇത്. എന്തും നമുക്ക്, കാരണം മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ ശുദ്ധമായിട്ടുള്ള ചക്കക്കുരു കൊണ്ടുള്ള ഒരു വിഭവമാണ്, കൂട്ടാനാണ്. ബ്രാഹ്മണ തറവാട്ടിൽ ഇതാണ്. പിന്നെ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഇത് ഇങ്ങനെ കഴുകിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടി വെച്ചൊന്ന് വേവിപ്പിച്ചെടുക്കുകയാണ്. വെന്ത് വരട്ടെ. ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, കരുവേപ്പില ഇട്ടിട്ടുണ്ട്, ഇത് ഇട്ടിട്ടുണ്ട്, ഒന്ന് വേഗട്ടെ. മഞ്ഞളൊന്നും ചേർക്കുന്നില്ല. അടുപ്പിൽ വേകാനിട്ടിരുന്ന ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമാങ്ങയുടെ ഇതും പൂളുകളാക്കിയിട്ടതും, അതുപോലെ തന്നെ ഇവിടെ ഞാൻ കരുവേപ്പില ഇട്ടിരുന്നു. പിന്നെ ഇതിന് ഈ രുചി ഒന്ന്, ഈ ഉലുവാപ്പൊടിയുടെ കൂടെ രുചി ഇതിനകത്തൊന്ന് പിടിച്ചോട്ടെന്നോർത്ത് നമ്മളത് ഉലുവാപ്പൊടി കൂടി ചേർത്ത് വെച്ചായിരുന്നു. ഇപ്പോൾ ഒന്നും പിന്നീട് ചേർക്കുന്നുള്ളൂ. ഇത് എന്നിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് തവി വെച്ചൊന്ന് ഉടച്ച് എടുക്കുകയാണ്. വളരെ സ്വാദേറിയ ഒരു വിഭവമാണിത്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പുളിയും, മാങ്ങയുടെ പുളിയും ഈ ഉലുവായുടെ ആ കയ്പും ഈ ചക്കക്കുരുവിൻ്റെ ആ സ്വാദും എല്ലാം വരുമ്പോൾ അതിലൂടെ വേറൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉടഞ്ഞ് വരണം ശരിക്കും. ഇതൊന്ന് ഉടച്ചിട്ട് കാണിക്കാം. ഇത് നന്നായിട്ട് കണ്ട, ഇത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നല്ല തോരന് വേണ്ടുന്ന രീതിയിൽ നമ്മൾ ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടുമ്പോഴത്തേന് ഇതിൻ്റെ കൂടെ ചേർക്കുന്ന മറ്റൊരു വിഭവമാണ് നമ്മൾ മുരിങ്ങക്കോൽ. അതിങ്ങനെ അങ്ങ് ഇടുക. കണ്ടോ, മുരിങ്ങക്കോൽ അങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ ആ മുരിങ്ങക്കോലിൻ്റെ ഒരു ചവർപ്പും ഒക്കെ ഉണ്ട്. ഒരു പ്രത്യേക ഒരു കടുപ്പമൊക്കെ തോന്നുന്നില്ലേ, അതൊക്കെ ഒന്ന് മാറാനും ഒക്കെയാണ്. എല്ലാം കൊണ്ട് ഒരു പുളിപ്പും നല്ല നാവിന് നല്ലൊരു സ്വാദ് അനുഭവപ്പെടാൻ വേണ്ടിയോടൊക്കെയാണ് ചക്കക്കുരുവും മാങ്ങായും ഒക്കെ ചേർക്കുന്നുണ്ട് കൂടെ. ഇത് തന്നെ ആയാലും അത്ര രുചികരമല്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു തോരനാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാനുള്ള മറ്റു കാര്യങ്ങൾ ഇത് കണ്ടോ, കല്ലുപ്പുണ്ട്, മഞ്ഞൾ പൊടിയുണ്ട്, പിന്നെ ജീരകം ഒന്ന് പൊടിച്ചെടുത്തതുണ്ട്, അതുകൂടെ അതിൻ്റെ അകത്ത് ഇടുക. അതിന് ശേഷം സവോള നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. തേങ്ങ ആവശ്യത്തിനെടുത്തിട്ടുണ്ട്, ഒരു മുറിയോളം എടുത്തിട്ടുണ്ട്, കാരണം മുരിങ്ങക്കോലൊക്കെ ഉള്ളതല്ല, അതുകൊണ്ട്. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിതിൻ്റെ അകത്തോട്ടാണ് കണ്ടോ, ഇതെല്ലാം കൂടെ ചേർത്ത്. അപ്പോൾ എല്ലാമായി. ഇനി ഒടുവിൽ സ്വാദിന് വേണ്ടി അല്പം വെളിച്ചെണ്ണയോടെ ഒഴിച്ച് വാങ്ങിയുള്ളൂ നമ്മൾ. ഇപ്പം കണ്ടില്ലേ, എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഇതിനകത്ത് ഇച്ചിരി വെള്ളക്കുറവുണ്ടായിരുന്നു. ആ വെള്ളത്തിന് അല്പം വെള്ളം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് റെഡിയാകാനുണ്ട്. എല്ലാം നന്നായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഞാൻ വെച്ചിട്ട് ഒതുക്കി അങ്ങോട്ട് വെച്ചിട്ട് ഇപ്പം എല്ലാം നോക്കി, എല്ലാം ബാലൻസിലാണ്. നല്ല രുചിയായിരിക്കും, സ്വാദായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു വിഭവമാണെങ്കിൽ, ഞങ്ങളുടെ ബ്രാഹ്മണ തറവാട്ടിൻ്റെ തൊടികളിലൊക്കെ ഇഷ്ടം പോലും മുരിങ്ങയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ, ആ ചിറ്റന്മാരൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇനി ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക എന്നുള്ളത്. എന്തിനാണെന്നറിയാമല്ലോ, സ്വാദിന് വേണ്ടിയാണ്. അപ്പോൾ ഒത്തിരി ഒഴിക്കുന്നില്ല, കുറച്ച്, കാരണം വെളിച്ചെണ്ണയുടെയൊക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.